ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിച്ചുകൊണ്ട് അല്പസമയ ധ്യാനത്തിനായി ഒരു തിരുവചനം വായിച്ചു കേൾക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 6 അതിൻ്റെ 28 വാക്യം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6:28. അവർ യേശുവിനോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6 അധ്യായം 28 വാക്യത്തിൽ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ചിലർ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുണ്ട്, എന്താണ് അതിനൊരു പോംവഴി? എല്ലാ തലമുറകളിലും എല്ലാ യുഗങ്ങളിലും ജീവിച്ചിരുന്ന ഒരു കൂട്ടം പേർ തങ്ങളുടെ ആരാധ്യനായ അഥവാ തങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എല്ലാ തലമുറകളിലുമുള്ള ജനം ചെയ്തിട്ടുള്ളത് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങളാണ്. ചിലർ തീർത്ഥാടനങ്ങൾ വഴി ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു. മറ്റു ചിലർ വിവിധ പേരിലുള്ള നേർച്ചകൾ, കാഴ്ചകൾ, വഴിപാടുകളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു. ചിലർ തങ്ങളുടെ ആദ്യജാതനെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നതിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. ചിലർ തങ്ങളുടെ ജീവിതകാലം മുഴുവൻ ദൈവത്തെ സേവിക്കുവാനായിട്ട് സമർപ്പിക്കുന്നു. ഈ പട്ടിക നീണ്ടുപോവുകയാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യനും അവരുടെ ഉള്ളം പറയുന്നതനുസരിച്ച് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുത്ത് അഥവാ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത് അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു. എന്നാൽ സർവശക്തനായ ദൈവം മനുഷ്യൻ്റെ ഈ വക ബലികളിൽ അഥവാ യാഗങ്ങളിൽ, നേർച്ചകളിൽ, കാഴ്ചകളിൽ, വഴിപാടുകളിൽ പ്രസാദിപ്പിക്കുമോ? അഥവാ ദൈവത്തിന് ഇവയിൽ പ്രസാദമുണ്ടോ? ഏതെല്ലാം കാര്യങ്ങളിലാണ് ദൈവം പ്രസാദിക്കുന്നത്? ഈ ചോദ്യത്തിന് പല ഉത്തരങ്ങളുണ്ടെങ്കിലും അതിൽ ഒരു കാര്യം നമുക്കിന്ന് ധ്യാനിക്കാം. ആ കാര്യമാണ് ഇന്നത്തെ നാം ആദ്യം വായിച്ച തിരുവചനത്തിൻ്റെ ഉത്തരമായി നാം മനസ്സിലാക്കുന്നത്. ഇവിടെ ദൈവപുത്രൻ അരികിൽ വന്ന് ഞങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതിനുത്തരമായി യേശു പറയുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6 അധ്യായം 29 വാക്യത്തിൽ യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. അതെ, ഇവിടെ വളരെ ലളിതമായി, വളരെ സംക്ഷിപ്തമായി ദൈവപുത്രൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള മാർഗം നിർദ്ദേശിക്കുകയാണ്.
കിലോ കണക്കിന് സ്വർണങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള വിഗ്രഹങ്ങളെ തീർത്ത് വിവിധ സ്ഥലങ്ങളിൽ സമർപ്പിക്കുന്നവരുണ്ട്. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ നേർച്ചകളായി വഴിപാടുകളായി സമർപ്പിക്കുന്നവരുണ്ട്. തങ്ങളുടെ മക്കളെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് സമർപ്പിക്കുന്നവരുണ്ട്. ഇങ്ങനെ ലോകത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് വിവിധ കാര്യങ്ങൾ അനേകർ ചെയ്യുമ്പോൾ ഇതാ ദൈവം വ്യത്യസ്തമായി വിചിത്രമായി ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള ഒരു മാർഗം നിർദ്ദേശിക്കുകയാണ്. 2024 വർഷം മുമ്പ് ആ സ്വർഗത്തിലെ ദൈവം അവിടുത്തെ പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ആ യേശുവിനെ വിശ്വസിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. ആമേൻ, ആമേൻ. എന്റെ യേശുവാക്കു മാറാത്തോ, എന്റെ യേശുവാക്കു മാറാത്തോ, എന്റെ യേശുവാക്കു മാറാത്തോ, എന്റെ യേശുവാക്കു മാറാത്തോ. ഈ മൺമാറും മിൺമാറും മർത്യരെല്ലാം വാക്കുമാറും, എന്റെ യേശുവാക്കു മാറാത്തോ. ഈ മൺമാറും മിൺമാറും മർത്യരെല്ലാം വാക്കുമാറും, എന്റെ യേശുവാക്കു മാറാത്തോ. മാറിപ്പോയാലും ഇറ്റു സ്നേഹം തന്നില്ലെങ്കിലും, പെറ്റതള്ള മാറിപ്പോയാലും ഇറ്റു സ്നേഹം തന്നില്ലെങ്കിലും, അറ്റുപോകയില്ല യേശുവിന്റെ സ്നേഹം, എന്റെ യേശുവാക്കു മാറാത്തോ. അറ്റുപോകയില്ല യേശുവിന്റെ സ്നേഹം, എന്റെ യേശുവാക്കു മാറാത്തോ. എന്റെ യേശുവാക്കു മാറാത്തോ, എന്റെ യേശുവാക്കു മാറാത്തോ. ഈ മൺമാറും മിൺമാറും മർത്യരെല്ലാം വാക്കുമാറും, എന്റെ യേശുവാക്കു